ഉമറാക്കളെ, സദസ്സിലുള്ള ഉലമാക്കളെ, ഉമറാക്കളെ, മുഅല്ലിം, മുതഅല്ലിം സഹോദരങ്ങളെ, രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സംഗമത്തിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. ഇവിടെ പള്ളിപ്പുഴ നിവാസികളിൽ മഹാനായ പൈവള്ളിക്ക് അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ ഖാദിയായി തൗലിയത്ത് ചെയ്യാൻ തയ്യാറായിട്ടുള്ള, അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ വിജയത്തിന്റെ പാതയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഇത് ഐക്യത്തിന്റെ പാതയാണ്. കേരളക്കരയിലെ 10,000-ൽ പരം വരുന്ന മഹല്ലുകൾ ഏതൊരു ആദർശധാരയാണ് സ്വീകരിച്ചിട്ടുള്ളത്, ആ ആദർശധാര അംഗീകരിക്കുന്ന ഒരു മഹാനായ ഖാദിയെയാണ് നിങ്ങൾ ബൈഅത്ത് ചെയ്തിട്ടുള്ളത്. അതേപോലെ മഹാനായ സി.എച്ച്. അബ്ദുല്ലാഹ് മുസ്ലിയാർ റളിയല്ലാഹു ബർഖദ മഹാനുഭാവൻ നേതൃത്വം നൽകിയ മഹല്ലുകളിൽ മഹാഭൂരിപക്ഷവും ഒരൈക്യത്തിന്റെ പാശയിൽ എവിടെയാണോ ചേർന്ന് നിൽക്കുന്നത്, ആ ചേർന്ന് നിൽക്കുന്ന പാശത്തിന്റെ അറ്റമാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. അതും ഐക്യത്തിന്റെ പാതയാണ്. എവിടെയാണ് ഐക്യത്തിന്റെ പാത എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഊരില്ലാത്ത, പേരില്ലാത്ത, അഡ്രസ് ഇല്ലാത്ത ലഘുലേഖയിലൂടെ ഇത് അനൈക്യമാണ്, ഇത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് ആരോ ചൊല്ലിക്കൊടുത്തത് പ്രചരിപ്പിക്കുന്ന സഹോദരങ്ങൾ, അവര് എന്താണ് ഐക്യം, എന്താണ് അനൈക്യം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഞാൻ പറയുന്നത്, മഹാനായ ഖാദിയാർ അദ്ദേഹത്തെ എങ്ങനെ ഖാദിയായി തെരഞ്ഞെടുത്തു, അതിന്റെ അധികാരം എന്താണ്, യോഗ്യത എന്താണ് എന്നത് സംബന്ധിച്ചൊക്കെ മഹാനായ കോട്ടുമല ബാപ്പ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആലിമീങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മഹാനായ പൈവളി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഈ പള്ളിക്കര സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ ഖാദിയായി തെരഞ്ഞെടുക്കാൻ പള്ളിക്കര സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ കമ്മിറ്റി തീരുമാനിച്ചപ്പോ ഏതൊക്കെ മഹല്ലുകളിൽ അദ്ദേഹത്തെ ഖാദിയാക്കരുത് എന്ന് ആരൊക്കെ വാദിച്ചുവോ അവരാണ് യഥാർത്ഥത്തിൽ അനൈക്യത്തിന്റെ വിത്ത് പാകിയവർ, അനൈക്യത്തിന്റെ വിത്ത് വിതച്ചവർ, അനൈക്യത്തിന്റെ വിഷബീജം ഈ മണ്ണിൽ തെളിയിക്കാൻ ശ്രമിച്ചവർ. അല്ലാതെ സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമായി നിൽക്കാൻ തീരുമാനിച്ചവരല്ല. ഐക്യത്തിന്റെ വിഷം തെളിയിക്കാൻ ശ്രമിച്ചവരല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ പൈവളി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അദ്ദേഹം ഖാദി സ്ഥാനത്തിന് യോഗ്യനാണോ? ആരാ ചോദിക്കുന്നത്? ചോദിക്കുന്നവർക്ക് ഒന്നുകിൽ അഡ്രസ് വേണം, അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ന്യായം വേണം. മഹാനായ പൈവളി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് അത് ഖുർആനാണ്, പ്രവാചകന്റെ വിയോഗാനന്തരം മുഅ്ജിസത്തില്ല എന്ന് വാദിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ല. മഹാനായ പൈവളി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അല്ലാഹുവിന്റെ റസൂലിന്റേതാണെന്ന് തെളിവില്ലാത്ത എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് ഇത് റസൂലിന്റേതാണെന്ന് വാദിച്ച് അത് വിറ്റിട്ട് കാസാക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടയാളല്ല. മറിച്ച് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും സനദുകളും ആദർശങ്ങളും അത് പരിപൂർണമായി ലോകം അംഗീകരിക്കുന്ന അതിന്റെ വിശ്വാസ പ്രമാണത്തെ മുറുകെ പിടിക്കുന്നവർ, തെളിവില്ലാത്തവയെ അംഗീകരിക്കാത്ത ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ സൂക്ഷ്മത പാലിക്കുന്ന പ്രസ്ഥാനത്തിന്റെ ആശയത്തിന്റെ സിദ്ധാന്തത്തിന്റെ പ്രചാരകനാണ്, അതിന്റെ പതാകവാഹകനാണ്. പിന്നെ എന്താണ് ഖാദി സ്ഥാനത്തിനുള്ള യോഗ്യത? അതിവിടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന് ഞാൻ പറയാം. ഞാനൊരു ശൈഖിന്റെ ക്ലാസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേട്ടു. എങ്ങനെയാണ് ഫിത്നകൾ വരുന്നത്, എന്തിനാണ് ഇത്തരം ഫിത്നകൾ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നുകയാണ്. ഒരു വലിയ ശൈഖ് തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുകയാണ്. നിങ്ങളൊരു മഹല്ലിൽ പോയാൽ ആ മഹല്ലിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ് വെളിവാക്കരുത്. നിങ്ങൾ ആ മഹല്ലിൽ ആദ്യം തന്നെ നിങ്ങളുടെ സംഘടന പറയരുത്. പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അവിടെ ഒരു ക്ലാസ് സംഘടിപ്പിക്കണം സുബഹിക്ക് ശേഷം. എന്നിട്ട് ആ സുബഹിക്ക് ശേഷം അവിടുത്തെ കുറച്ചാളുകൾ വരും.
എന്നിട്ട് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ ക്ലാസ് തുടർന്നു പോകുമ്പോ അതിൽ കൂടുതൽ ആളുകൾ വരും. അങ്ങനെ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ട് എന്നവർക്ക് തോന്നും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു വലിയ പണ്ഡിതൻ തന്റെ ശിഷ്യന്മാർക്ക് എടുക്കുന്ന ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ട് എന്ന് ജനങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടാകണം എന്നല്ല ഉസ്താദ് പഠിപ്പിക്കുന്നത്, മറിച്ച് നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് തോന്നും. അങ്ങനെ നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയം പറയാം. അപ്പൊ നിങ്ങളെ ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചാൽ അവർ നിങ്ങളോടൊപ്പം നിൽക്കും, ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും, നിങ്ങളെ മാറ്റാൻ വിടില്ല. ഞാൻ പറയുന്നത് ഇത്തരം ഗുരുക്കളിൽ നിന്ന് ദീൻ പഠിച്ചവരോ ഇത്തരം ഗുരുക്കളോടോ ഗുരുക്കളുടെ മക്കളോടോ വല്ല കച്ചവട ബന്ധവുമുള്ളത് കൊണ്ട് അവരെ സഹായിക്കാൻ ദീനിന്റെ സ്ഥാപനങ്ങൾ കൈയടക്കി വെക്കാമെന്ന് ധരിക്കുന്നവരോ, അത്തരം ആളുകൾ ദീനിന്റെ ഭാഷയിലും ദീനിന്റെ ശൈലിയിലും സംസാരിക്കാൻ വരുമ്പോ, ഇടപെടാൻ വരുമ്പോ സംഭവിക്കുന്ന അപകടങ്ങളാണ് ഈ പള്ളിപ്പുഴയിൽ അടക്കം സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. വോട്ടിന്റെ അടുത്തെത്തിയപ്പോഴാണ് ഭൂരിപക്ഷം പോയിട്ട് ന്യൂനപക്ഷമെന്ന് പറയാൻ പോലുമുള്ള ത്രാണി അവർക്കില്ല എന്ന് ബോധ്യം വന്നത്. ആ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇത് കേൾക്കൂ. ഈ ഉസ്താദിന്റെ പ്രസംഗം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാൻ എനിക്ക് തോന്നുന്നു. കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. .99% ആളുകളും അൽഹംദുലില്ലാഹ് പ്രവർത്തിക്കുന്നവരാണല്ലോ. ഒരുപക്ഷെ ഖതീബ്, ഒരുപക്ഷെ ഖാദി, അതല്ലെങ്കിൽ മുഅല്ലിം, സദർ മുഅല്ലിം, എങ്ങനെ സ്ഥാനം വഹിക്കുന്നവരാണ് ഈ 7000 തഖാഫികളിൽ ഗൾഫിൽ പോയവർ ഒഴിച്ചുള്ള എല്ലാവരും. ഗൾഫിൽ പോയവർ അവിടെ തൊഴിലെടുത്ത് ജീവിക്കുന്നു. അവർക്ക് ഈ തരം തൊഴിലില്ല, മഹല്ലുകൾ അവരുടെ കയ്യിലില്ല. എന്നാൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും മഹല്ലുകളിൽ ജോലി ചെയ്യുന്നവരാണ്. ഈ മഹല്ലുകളിൽ 2 തരം മഹല്ലുകൾ ഉണ്ട്. ഒന്ന് 100% നമ്മുടെ ആശയവും നമ്മുടെ പദ്ധതികളും എല്ലാം പറയാൻ പറ്റിയ മഹല്ലത്തുകൾ ഉണ്ട്. അവിടെ അങ്ങനെ പറയാം. ചില മഹല്ലത്ത് അങ്ങനെ പറയാൻ പറ്റാത്ത തരങ്ങളുണ്ട്. എന്നാൽ അവിടെയും കുറച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ. നിങ്ങൾ സുബഹി നിസ്കരിച്ച ഉടനെ ഒരു മുഅല്ലിമാണെങ്കിൽ പോലും നിങ്ങൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രം എടുക്കുന്നതിന് പകരം സുബഹി നിസ്കരിച്ച ഉടനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുക. ഈ ക്ലാസ്സിലേക്ക് ആളുകളെ ക്ഷണിക്കുക. 2, 3, 4, 5 ഇങ്ങനെ ആള് കൂടി വരും. വരുമ്പോൾ ആദ്യമായി നിങ്ങൾ മർക്കത്തിന്റെ വിഷയം പറയേണ്ടതില്ല, അല്ലെങ്കിൽ എസ്ഐഎസിന്റെ വിഷയം പറയേണ്ടതില്ല, എസ്എസ്എഫിന്റെ കാര്യം പറയേണ്ടതില്ല. ഇതൊന്നും പറയാതെ വളരെ ഹിക്മത്തോടു കൂടി നിങ്ങൾ ദർസ് നടത്തുക, ക്ലാസ് എടുത്തു കൊടുക്കുക. അങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ ഇതൊരു ഇഖ്ലാസുള്ള ക്ലാസാണ്. ഞങ്ങളോട് ഇദ്ദേഹം ഒരു കാശും ചോദിക്കുന്നില്ല. ദേശം കേൾപ്പിക്കാനാണ് ഉദ്ദേശം. എന്താണ് ഇവർ പഠിപ്പിക്കുന്ന ദീൻ എന്ന് മനസ്സിലാക്കി തരികയാണ്. നിങ്ങൾ ഇഖ്ലാസ് ഉള്ളവരാണെന്ന് ജനങ്ങൾക്ക് തോന്നും. നിങ്ങൾക്ക് ഇഖ്ലാസ് ഉണ്ടാകേണ്ടതില്ല. അപ്പൊ ഇഖ്ലാസ് അഭിനയിച്ചുകൊണ്ട് സമൂഹത്തിൽ ഫിത്റ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ
അവരുടെ പ്രേരണക്ക് വിധേയരായി പള്ളിക്കര സംയുക്ത മുസ്ലിം ജമാഅത്തിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചവർ, അവർ പള്ളിപ്പുഴയെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിൽ ആ ശ്രമത്തെ പരാജയപ്പെടുത്തി ഐക്യത്തിന്റെ പാശം മുറുകെ പിടിക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വിജയികളാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. ആ സഹായത്തോടൊപ്പം ചേരാൻ എന്തെങ്കിലും കാരണവശാൽ തെറ്റിദ്ധരിച്ച് മറ്റൊരു ഭാഗത്ത് സഞ്ചരിച്ച ആളുകൾക്ക് ആഖിറത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, സ്വർഗം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കൂടെ നിൽക്കുന്നവർ, ഒന്നിച്ചു നിൽക്കുന്നവർ, ഐക്യപ്പെട്ടു നിൽക്കുന്നവർ സ്വർഗത്തിലേക്ക് പോകും. ഒറ്റപ്പെട്ടു നിൽക്കുന്നവർ നരകത്തിലും ഒറ്റക്കായി പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങനെ നരകത്തിലും ഒറ്റക്കായി പോകാതിരിക്കാൻ ഈ യോജിപ്പിന്റെ പാതയിലേക്ക് കടന്നു വരാൻ എന്റെ സഹോദരന്മാർക്ക് സാധിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ പള്ളിക്കര സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ ഭാഗമായി തീരാൻ തീരുമാനിച്ചിട്ടുള്ള പള്ളിപ്പുഴ മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹികളെയും ഇവിടുത്തെ ജനങ്ങളെയുമെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാനായ പൈവളികെ ഉസ്താദ് അവർക്കും നമ്മുടെ മറ്റു പണ്ഡിതന്മാർക്കും എല്ലാം അള്ളാഹു നമുക്കുമെല്ലാം അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അവസാനം ആഖിബത്ത് നന്നായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.